ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. സ്റ്റോർ റൂമിൽ 18,000 പോയിന്റുകളുടെ ഫുഡ് ഐറ്റംസും പിന്നെ നെവിന്റെ പെട്ടിയും വെച്ചിട്ടാണ് ബിഗ് ബോസ് അവർക്ക് ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു മുട്ടം പണി കൊടുത്തത്. എല്ലാവർക്കും അല്ല, അടിമകൾക്ക്. ഇതിനകത്ത് പ്രോമോയിൽ കാണാത്ത വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 20 ടാസ്കുകളും പൂർത്തിയാക്കാത്ത 3 പേരെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടാനായിട്ട് സാധിക്കും നമ്മുടെ സ്വേച്ഛാധിപതികൾക്ക്. വേറെ 3 പേർക്ക് ഓണം എപ്പിസോഡിന്റെ സമയത്ത് ലാലേട്ടനെ കാണാൻ പറ്റില്ലെന്നോ അങ്ങനെ 1-2 ട്വിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റിന്റെ ഏറും കളിയാണ് ഈ സീസൺ. ചിലതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് അടുത്തത് വരുന്നത്. ആ രീതിയിലാണ് ഈ സീസൺ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. 7ന്റെ പണിയാണല്ലോ. അപ്പൊ ഈ ഒരു 20 ടാസ്കുകൾ 1000 പോയിന്റുകൾ വീതമുള്ള 20 ടാസ്കുകൾ ഇത് രാവിലെ വേക്കപ്പ് സോങ്ങിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കണമെന്നാണ് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരുന്നത്. പിന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ജിസൈലിന്റെ മാസ്ക് വെച്ചും മെയിൽ കണ്ടസ്റ്റൻസ് നെവിന്റെ മാസ്ക് വെച്ചുമായിരിക്കും മത്സരിക്കേണ്ടത്. ആര്യൻ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ സ്ക്രീൻ ടൈമും പോയി. പട്ടിപ്പണിയാണ് ഇത് എന്ന്. അടിമകളാണല്ലോ. അടിമപ്പണി ചെയ്യുമ്പോൾ അതെങ്ങനെ വേണമെന്ന് അവരുടെ ബോസിന് തീരുമാനിക്കാം. ഇതിപ്പോ സ്വേച്ഛാധിപതികൾക്ക് മുകളിലുള്ള ഒരു ബോസാണ് ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് കൊടുത്ത സ്വേച്ഛാധി പണിയാണ് ഈ ഒരു ടാസ്കുകൾ. അങ്ങനെയും കാണാമല്ലോ. പിന്നെ നമ്മുടെ നെവിൻ പറഞ്ഞിരിക്കുന്നത് ഈ ടാസ്കുകളെല്ലാം അടിമകൾ ജയിച്ചാൽ ഫുഡ് എല്ലാം അവർക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മുടെ അക്ബർ, അനീഷ്, ഒനീല്, ഷാനവാസ്, അക്ബർ, ബിന്നി, റെന എന്നിവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ടാസ്ക് ചെയ്യുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് അത് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും 4 ടാസ്കുകൾ തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാസ്ക് അവിടെ ഇരിക്കുന്ന 7 പേരും തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഈ 4 ടാസ്കുകൾ അവിടെ ഇരിക്കുന്ന 7 പേര് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.